വി വി പാറ്റ് ഹർജികൾ സുപ്രീം കോടതി തള്ളി. ബാലറ്റ് പേപ്പർ വോട്ടിംഗ് വേണമെന്ന ആവശ്യവും തള്ളി. ചിഹ്നങ്ങൾ ലോഡ് ചെയ്ത ശേഷം സിംബൽ ലോഡിംഗ് യൂണിറ്റ് സീൽ ചെയ്യണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഇപ്പോൾ വിശദാംശങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. EVM മെഷീനുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നിൽക്കുന്ന ആരോപണങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം. VVPAT-മായി ബന്ധപ്പെട്ട ഈ ഹർജി കോടതി തള്ളുന്നു എന്ന് പറയുമ്പോൾ തന്നെ, ഹർജികൾ തള്ളുമ്പോൾ തന്നെ എന്താണ് കോടതി ഇതിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് പൊതുവിൽ പറഞ്ഞാൽ? റൈറ്റ്, ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വേഗം മടങ്ങി വരാം എന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ആ വാർത്തയുടെ ലഭ്യമായ ചുരുക്കം വിവരങ്ങൾ ഇതാണ്. VVPAT ഹർജികൾ സുപ്രീം കോടതി തള്ളി എന്നുള്ളതാണ്. ബാലറ്റ് പേപ്പർ വോട്ടിംഗ് വേണമെന്ന ആവശ്യവും തള്ളി എന്നുള്ളതാണ്. ചിഹ്നങ്ങൾ ലോഡ് ചെയ്ത ശേഷം സിംബൽ ലോഡിംഗ് യൂണിറ്റ് സീൽ ചെയ്യണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായി അറിയേണ്ടതുണ്ട്. വിഷ്ണു തലവൂർ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഇതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഇടപെടലുമാണ് കോടതി നടത്തിയിട്ടുള്ളത്? ഹർജി തള്ളി എന്ന നിലയിലാണോ ഈ വാർത്ത മനസ്സിലാക്കേണ്ടത്? ശരത്ത്, തീർച്ചയായിട്ടും മുഴുവൻ VVPAT-കളും എണ്ണണമെന്ന ഹർജി ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. പക്ഷേ അത്തരത്തിൽ ഹർജി തള്ളുമ്പോൾ പോലും ചില നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ വോട്ടെടുപ്പിന് ശേഷം സിംബൽ ലോഡിംഗ് യൂണിറ്റ് അത് സീൽ ചെയ്യണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഈ സിംബൽ ലോഡിംഗ് യൂണിറ്റ് 45 ദിവസം സൂക്ഷിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ മറ്റൊരു നിർദ്ദേശം കൂടി സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് ഈ VVPAT-ന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ അത് ഉന്നയിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് അവകാശമുണ്ട്. സാങ്കേതിക കാര്യങ്ങളിൽ അത്തരമൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് എന്തെങ്കിലും സംശയം ഉന്നയിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് അവകാശമുണ്ട്. അത്തരത്തിൽ സംശയം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിക്കേണ്ടി വരും. അതിന് എഞ്ചിനീയർമാരെ ഉപയോഗിച്ചുകൊണ്ട് അത്തരം പരിശോധനകൾ നടത്താം എന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷെ അത്തരം പരിശോധനകൾ നടത്തുമ്പോൾ അതിനു വേണ്ടി വരുന്ന ചിലവെന്ന് പറയുന്നത് സ്ഥാനാർത്ഥികൾ വഹിക്കണമെന്നതാണ് സുപ്രീം കോടതി മുഴുവൻ എണ്ണണം എന്ന നിലയിൽ ഒരു ആവശ്യം ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ്? ശരത്ത്, VVPAT അതായത് EVM വോട്ടിംഗ് മെഷീനെതിരെ തുടക്കം മുതൽ തന്നെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്നു വന്നിരുന്നു. പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അട്ടിമറികൾ ഉണ്ടാകുന്നു. അതായത് ഈ വോട്ടിംഗ് അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അത് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നതടക്കമുള്ള പരാതികളും സംശയങ്ങളും ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വോട്ടിംഗ് അട്ടിമറിക്കപ്പെടുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിലാണ് മുഴുവൻ VVPAT-കളും എണ്ണണമെന്ന ഒരാവശ്യം സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. അതായത് ഓരോ മണ്ഡലത്തിലും നിലവിൽ ഇത്തരത്തിൽ മുഴുവൻ VVPAT-കളും എണ്ണാറില്ല എന്നതാണ്. പക്ഷേ സ്ഥാനാർത്ഥികൾ അത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ മുഴുവൻ VVPAT-കളും എണ്ണേണ്ടി വരും എന്നതാണ്. പക്ഷേ അത്തരത്തിലല്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഒരു മണ്ഡലത്തിലെ എല്ലാ VVPAT-കളും എണ്ണണമെന്ന ആവശ്യമാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. പക്ഷെ അത് അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറാകാത്തപ്പോൾ പോലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 2 നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന്, 45 ദിവസം ഈ സിംബൽ ലോഡിംഗ് യൂണിറ്റ് സൂക്ഷിക്കണമെന്ന ആവശ്യവും അതോടൊപ്പം തന്നെ ഇതിന്റെ സാങ്കേതിക വശം മൈക്രോ പ്രോസസർ യൂണിറ്റ് അടക്കം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവുമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് വിഷ്ണു, ഇപ്പോൾ EVM-ലാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ആ EVM-ൽ ചെയ്ത വോട്ടാണല്ലോ എണ്ണുന്നത്. അതിനെ 100% ക്രോസ് വെരിഫിക്കേഷൻ ഈ പറഞ്ഞ VVPAT-മായി ചേർത്ത് നടത്തണം എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആവശ്യം. VVPAT എന്ന് പറയുമ്പോൾ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിലാണ്. അപ്പോൾ 100% അങ്ങനെ ക്രോസ് വെരിഫിക്കേഷൻ നടത്തണം എന്ന ഹർജിയാണ്. EVM-ൽ വരുന്ന വോട്ടുകളെ അങ്ങനെ ക്രോസ് വെരിഫിക്കേഷൻ VVPAT-മായി ബന്ധപ്പെട്ട് ക്രോസ് വെരിഫിക്കേഷൻ നടത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തണം EVM-ലെ വോട്ടുകൾ എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതാണ് സുപ്രീം കോടതി ഇപ്പോൾ നിരസിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ചാണ് അത് തള്ളിയിട്ടുള്ളത്. പക്ഷേ ഈ സിംബൽ
ലോഡ് ചെയ്ത് 45 ഡേ 45 ദിവസം കാത്തു സൂക്ഷിക്കണം പോലെയുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇതല്ലേ ഇതിൻ്റെ വിശദാംശം, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം? ശരത്ത്, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വോട്ടെടുപ്പിന് ശേഷം ഈ ഒരു വോട്ട് എണ്ണുന്ന സാഹചര്യത്തിൽ മുഴുവൻ വിവിപാറ്റുകളും എണ്ണണമെന്ന, അതായത് EVM-ലെ വോട്ടുകൾക്കൊപ്പം തന്നെ മുഴുവൻ വിവിപാറ്റുകളും എണ്ണണമെന്ന ആവശ്യമാണ് ഹർജിക്കാർ കോടതിക്ക് മുന്നിലേക്ക് ഉന്നയിച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ നിലവിൽ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല എന്നതാണ്. അത്തരം ഇത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിവിപാറ്റുകളും എണ്ണണമെന്ന ഹർജികളെ ഇപ്പോൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹർജിക്കാർ ഉന്നയിച്ച മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് ബാലറ്റ് വോട്ടിംഗിലേക്ക് തിരിച്ചു പോകണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതും കോടതി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ശരത്, ശരി. ആ ഹർജി തള്ളുമ്പോഴും വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഈ സിമ്പൽ ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷവും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും 45 ദിവസം പോസ്റ്റ് ദ ഡിക്ലറേഷൻ ഓഫ് ദ റിസൾട്ട്സ് എന്നാണ്. 45 ദിവസം അതിന് ശേഷവും ഇത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുമായി അതിൽ സ്ഥാനാർത്ഥികളും അവരുടെ ബന്ധപ്പെട്ട പ്രതിനിധികൾക്കുമൊക്കെ ഒപ്പുവെക്കേണ്ടതുണ്ട്. അതിൽ തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ് എന്നതുപോലെയുള്ള ചില സാങ്കേതിക നിർദ്ദേശങ്ങളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു NGO സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട് പെറ്റീഷനൊക്കെ ഫയൽ ചെയ്തിരുന്നത്. ആ പെറ്റീഷൻ ഇപ്പോൾ കേട്ടിട്ടാണ് സുപ്രീം കോടതി തീർപ്പാക്കിയത്. മുഴുവൻ വിവിപാറ്റും എണ്ണണം എന്ന ആവശ്യം സുപ്രീം കോടതി തള്ളുകയായിരുന്നു.